നിരീക്ഷണം അങ്ങനെയാണ്. എന്തുകൊണ്ട് വിചാരണ ഇത്ര കണ്ട് നീണ്ടുപോയി എന്ന കാര്യം കൂടിയുണ്ട്. ഇതിൽ വിചാരണ കോടതിക്ക് കൂടി പങ്കുണ്ടോ എന്ന ആക്ഷേപം സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുകൂടിയുമുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ വീഴ്ച അത് ഈ വാർത്ത വന്ന ആദ്യഘട്ടത്തിലൊക്കെ സിനിമാ മേഖലയിലുള്ളവർ പരാമർശിച്ചിരുന്നു. ഒരുപക്ഷെ ഈ പൾസർ സുനി പുറത്തിറങ്ങുന്നത് ഇനി അങ്ങോട്ട് ഈ കേസിനെ എത്ര കണ്ട് സ്വാധീനിക്കപ്പെടാം എന്ന ആശങ്കയാണ് നിയമവിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. ഡാനിയിലേക്ക് തിരിച്ചു വരാം. സജി നന്ദ്യാട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്, നിർമ്മാതാവ്. സജി നന്ദ്യാട്ട്, പൾസർ സുനി പുറത്തിറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇനി അവശേഷിക്കുന്ന സാങ്കേതിക നടപടിക്രമങ്ങളാണ് പൂർത്തിയാവാനുള്ളത്. സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും ഒക്കെ പറയുന്നത് പോലെ ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന വിഷയമുണ്ട്. അതിനും അപ്പുറം ഈ കേസിന്റെ തുടർ നടപടികളെ എത്രയധികം സ്വാധീനിക്കപ്പെടും പൾസർ സുനി പുറത്തിറങ്ങുന്നത്? താങ്കൾ എങ്ങനെ കാണുന്നു? നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ കോടതി വളരെ വൈസ് ഡിസിഷൻ എടുത്തിരിക്കുന്നു. കാരണം ഒരു ഫോണെ ഉപയോഗിക്കാൻ പാടുള്ളൂ, സാക്ഷികളെ സ്വാധീനിക്കാനോ അതുപോലെ പ്രതികളുമായി മറ്റു പ്രതികളുമായി സംസാരിക്കുവാനോ പാടില്ല, കോടതിയുടെ ജുറിസ്ഡിക്ഷൻ വിട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി കുറെ ഉപാധികൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ മാത്രമേ 1 ലക്ഷം രൂപ കെട്ടിവരുള്ളൂ. ഇപ്പൊ തന്നെ കെട്ടിവെക്കാൻ ആൾക്കാർ റെഡിയാണല്ലോ. ഇതിനകത്തൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞു ഇത് ഒത്തിരി ദുരൂഹതയുണ്ട്. ഇപ്പോ നമ്മുടെ അങ്കമാലി കോടതി തുടങ്ങിയ ജാമ്യാപേക്ഷയാണ്. അങ്കമാലി കോടതിയിൽ നിന്ന് പിന്നെ വിചാരണ കോടതി, ഹൈക്കോടതി, സെഷൻ കോടതി, അവിടുന്ന് നേരെ സുപ്രീം കോടതിയിൽ എത്ര പ്രാവശ്യമാണ് ജാമ്യാപേക്ഷ കൊടുത്തത്? ഇതിന് കോടാനുകോടിയുടെ ചെലവുണ്ട്. ഇത് ആര് വഹിച്ചു എന്നുള്ളത് കൃത്യമായി അറിയണ്ടേ? അപ്പൊ ഇത് വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നുള്ള മിനിറ്റുകൾക്കകം. പക്ഷേ അത് ആരും അത് മെനക്കെടുന്നില്ല. സെലക്റ്റീവായി അന്വേഷണം പോയി. ഇത് വളരെ എന്താ പറയാ, കേരളം ചോദിക്കുന്നതാണ് ഈ കോടാനുകോടി രൂപ പൾസർ സുനിയെ സാധാരണക്കാരന് എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ അന്വേഷിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. മാത്രമല്ല തെറ്റായ സന്ദേശം തന്നെയാണ്. പക്ഷെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കാൻ ഓരോ മാതൃകാ പൗരന്മാർക്കും കടമയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. പക്ഷെ നമുക്ക് വേദനയുണ്ട്. ഇത്രയും ഒരു മോശമായ ഒരു പ്രവർത്തനം നടത്തിയ ഒരാൾക്ക് ജാമ്യം കൊടുത്തു വിടുക. പക്ഷെ അതിന് പറയുന്നത് എന്താണ്? കാരണം 7.5 വർഷക്കാലമായി എന്നാണ് പറയുന്നത്. 7.5 വർഷക്കാലമായി ഇനി വിചാരണ എന്നിവരെ ഉണ്ടാകുന്നതിനെ കുറിച്ച് ബോധ്യമില്ലാത്ത സാഹചര്യത്തിൽ ഈ അനന്തമായി നീളുമെന്ന് ഭയം ഉള്ളതിനാൽ, ആശങ്കയുള്ളതിനാലാണ് ജാമ്യം കൊടുക്കുന്നത് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കിയിരുന്നത് കാണാം. കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ മാൽ പ്രാക്ടീസ് ഇവരുടെ ഒത്തിരി തലകൾ വെളിയിലുണ്ടല്ലോ ഉപയോഗിക്കാന്. ജയിലിൽ കിടക്കുന്ന പൾസർ സുനിക്ക് ഇത്ര കോടി രൂപ മുടക്കാൻ വേണ്ടി ആൾക്കാർ വെളിയിലുണ്ടെങ്കിൽ അവരുടെ തലയെന്ന് പറയുന്നത് ഒത്തിരി തലകളുണ്ടാവും. ഒത്തിരി കഥ തിരക്കഥ സംഭാഷണം നമ്മൾ കാണാനിരിക്കുന്നത്. യെസ്, എന്തായാലും ഈ പൾസർ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമാണ് പൾസർ സുനിക്ക് തനിച്ചത് കഴിയില്ല. സാമ്പത്തിക പിന്തുണ നൽകുന്നവരുണ്ട്, നിയമ പിന്തുണ നൽകുന്നവരുണ്ട്, അല്ലെങ്കിൽ പിന്നിൽ കൃത്യമായി അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറയരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉണ്ടാവാം. അതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. ഇതിൻ്റെ അങ്ങോട്ടുള്ള നിയമ സാധ്യതകളെ, തുടർ നടപടികളെ നമുക്ക് ഈ കോടതി ജാമ്യവ്യവസ്ഥകളൊക്കെ വെച്ചാൽ പോലും നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ജാമ്യം നേടി പുറത്തു വരുന്നവർ നടത്തുന്ന നീക്കങ്ങൾ പലപ്പോഴും ഏത് തരത്തിൽ വരെ പോയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെയും അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? അതാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തുവോ? ഏതായാലും ദിലീപിന് അനുകൂലമായി ഒരു വെളിപ്പെടുത്തൽ നടത്താനില്ലല്ലോ. കാരണം അദ്ദേഹം ഈ ദിലീപിന് ജയിലിൽ നിന്ന് അയച്ചൊരു കത്താണല്ലോ ദിലീപിനെ കുടുക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വിചാരണ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ ആകെ പ്രതികൾക്ക് പറയാനുള്ളത് എന്താണ്? അത് കേൾക്കാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതിയോട് പറയാനുള്ള ഫോർമാലിറ്റീസ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇനി ദിലീപിനെ സഹായിക്കാനാണെന്ന് ഇവര് ഈ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബോധമുള്ള മലയാളിക്കറിയാം ഇനി ദിലീപിനെ സഹായിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇതിന്റെ പിറകിൽ ആരാണ്? അത് വളരെ ദുരൂഹതയാണ്. അത് കണ്ടുപിടിക്കണം. അപ്പൊ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതിയായിരിക്കണം. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് വെളിയിൽ വന്നാൽ ഇതിന്റെ മുഴുവൻ കൂടാതെ വെളിയിൽ വരും, ഉറപ്പാണ്. ശരി, വളരെ നന്ദി സജി നന്ദിയായിട്ട്. രാഹുൽ ഈശ്വർ ഉണ്ട്. രാഹുൽ ഈശ്വർ, ഈ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് ഞങ്ങൾ ചില മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് തടസ്സമുണ്ട്. ജാമ്യ വ്യവസ്ഥകൾ കർശനമാണ്. പക്ഷേ ഈ സുനി പുറത്തിറങ്ങുമ്പോൾ ഇനി അങ്ങോട്ടുള്ള കേസിന്റെ തുടർ നടപടികളെ, കാരണം വിചാരണ ഘട്ടത്തിലാണ്, ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികളെ അത് സ്വാധീനിക്കപ്പെടും. ഈ കേസ് അതിന്റെ ശരിയായ വഴിക്ക് നീങ്ങില്ല.